രാവിലെ തന്നെ കാർ ഷെഡിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയതാണ് കുറച്ച് മാങ്ങ പറിക്കാനായിട്ട്. അല്പം മാങ്ങ വിളഞ്ഞ് പഴുത്ത് കിടക്കുന്ന ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ തോട്ടിയും കൊണ്ട് കുറച്ച് മാങ്ങയൊക്കെ പറിച്ച് ഇരിക്കുകയായിരുന്നു. കുറച്ച് മാങ്ങയൊക്കെ പറിച്ചു. അങ്ങനെ ഒരു മാമ്പഴ കൂട്ടാൻ വയ്ക്കാനുള്ള മാങ്ങ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വയ്ക്കുന്നത് മാമ്പഴ പച്ചടിയാണ്. മാമ്പഴക്കാളനും മാമ്പഴ പച്ചടിയും രണ്ടും ഉണ്ട്. കുറച്ച് വ്യത്യാസമുണ്ട് തമ്മിൽ, ചെറിയൊരു വ്യത്യാസമുള്ളൂ. എന്തായാലും ഇന്ന് ഞാൻ മാമ്പഴ പച്ചടിയാണ് വയ്ക്കുന്നത്. അതിന് നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണിത്. പിന്നെ ഇത് ഞാൻ മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. കാരണം ഇത്തരം നാടൻ കറികളൊക്കെ മൺചട്ടിയിൽ വയ്ക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുക. അപ്പോൾ മാങ്ങയുടെ ഞെട്ടി ചെത്തിയിട്ട് അതിൻ്റെ തൊലി നമ്മൾ പൊളിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ തൊലി ചെത്തല്ല, ഇതാണ് അതിൻ്റെ രീതി. അങ്ങനെ ഓരോ മാമ്പഴവും തൊലി പൊളിച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. ഈ ചെറിയ മൺകലം നിറയാൻ പാകത്തിന് മാമ്പഴമുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്. 1 ടീസ്പൂൺ മതിയാകും, പിന്നെ പോരെങ്കിൽ പിന്നെ ചേർത്താലും മതി. പിന്നെ അതിലേക്ക് നെകക്കെ വെള്ളം ഒഴിക്കണം. മാമ്പഴം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം. ഇനി അത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോഴത്തേക്കും ഈ മാമ്പഴം നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ അതിനുള്ള അരപ്പാണ് റെഡിയാക്കേണ്ടത്. അതിന് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഇവിടെയാണ് കാളനും പച്ചടിയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ എടുത്തിരിക്കുന്ന 2 ടീസ്പൂൺ കടുകാണ്. പിന്നെ തൈര്, നല്ല പുളിയുള്ള കട്ടത്തൈര്, അതൊരു 1/2 ലിറ്ററിൻ്റെ എടുത്തിട്ടുണ്ട്. ഈ മാമ്പഴക്കാളനാണ് നമ്മൾ വയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കടുകിന് പകരം നമ്മൾ അരയ്ക്കാനായിട്ട് ജീരകമാണ് ചേർക്കേണ്ടത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അരപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അരയ്ക്കണം. 2 പച്ചമുളകും കൂടെ ചേർക്കാം. പിന്നെ പട്ടുപോലെ അരയ്ക്കണം. പിന്നെ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറച്ച് ശർക്കരയാണ്. ശർക്കരയും ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അത് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടാണ്. അതായത് മാമ്പഴത്തിന് എത്ര മധുരം ഉണ്ടെങ്കിലും കുറച്ച് മധുരം നമ്മൾ എക്സ്ട്രാ ചേർത്തില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരില്ല. അപ്പോൾ ശർക്കര കൂടുതലോ കുറവോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താലും മതി. ഇതവിടെ അരപ്പ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ മാമ്പഴം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അരപ്പ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ അരപ്പ് അതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. ഈ അരപ്പ് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരണം, അതാണ് കണക്ക്. അല്ലാതെ വെട്ടി തിളയ്ക്കാൻ പാടില്ല. വെട്ടി തിളച്ചാൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി കടുക് വറുക്കാനുള്ള കാര്യങ്ങളാണ്. അത് വെളിച്ചെണ്ണ തന്നെയാണ്. നാടൻ കറിയാണ്, നമ്മുടെ കേരള കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അതിലേക്ക് കടുക്, കൊല്ലമുളക്, കറിവേപ്പില നല്ലോണം ഇടും. കാരണം ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ്, വിഷമില്ലാത്തതുകൊണ്ട് ധാരാളം ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ ഇട്ടിരിക്കുന്നത് ഉലുവ പൊടിയാണ്. അതിന് പകരം ഉലുവ വറുത്തിട്ടാലും മതി, പക്ഷെ ഉലുവ പൊടി റെഡി ആയതുകൊണ്ട് ഞാനതാണ് ഇട്ടത്. അതപ്പോൾ കടുക് താളിച്ചു കഴിഞ്ഞു. നല്ല കാഴ്ചയ്ക്ക് നല്ല സുന്ദരമായിട്ടുള്ള മാമ്പഴ പച്ചടി ഇവിടെ റെഡിയാണ്.